ഞാൻ ഡോക്ടർ അനൂപ് എസ് നായർ, കൺസൾട്ടന്റ് ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, കല്ലിശ്ശേരി. ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് EUS അഥവാ എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് എന്ന ഒരു മൊഡാലിറ്റിയെ കുറിച്ചാണ്. ഇതിൽ എൻഡോസ്കോപ്പിയും അൾട്രാസൗണ്ടും ചേർന്നിരിക്കുകയാണ്. അതായത് സാധാരണ രീതിയിൽ എൻഡോസ്കോപ്പിയും അൾട്രാസൗണ്ടും ഒരുമിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ആൻഡ് ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിയാണ് എൻഡോസ്കോപ്പിക് അൾട്രാസോണോഗ്രാഫി. എൻഡോസ്കോപ്പിയുടെ അറ്റത്തായിട്ട് ഒരു അൾട്രാസൗണ്ട് പ്രോബ് ഉണ്ട്, അതിനോട് ചേർന്നിട്ടുള്ള ഒരു അൾട്രാസൗണ്ട് പ്രോസസ്സർ ഉണ്ട്. സാധാരണ എൻഡോസ്കോപ്പിയിൽ അന്നനാളത്തിനും ആമാശയത്തിന്റെ ഉള്ളിലുള്ള ആവരണത്തിലുള്ള അസുഖങ്ങളാണ് കൂടുതലും കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് വഴി ഈ ഈസോഫാഗസ്, സ്റ്റൊമക് എന്നിവയിൽ ഉണ്ടാകുന്ന സബ് എപ്പിത്തീലിയൽ ലീഷൻസ്, അതായത് ഈ ഉള്ളിലുള്ള ആവരണത്തിന് പുറത്തുള്ള അസുഖങ്ങളെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ആമാശയത്തിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ബാക്കിയുള്ള അവയവങ്ങൾ, ലിവർ, പാങ്ക്രിയാസ്, ഗോൾ ബ്ലാഡർ, പിത്തനാളി ഇവയിലുണ്ടാകുന്ന അസുഖങ്ങളും നമുക്ക് കാണാവുന്നതാണ്. പാങ്ക്രിയാസിനുണ്ടാകുന്ന ട്യൂമറുകൾ, പാങ്ക്രിയറ്റൈറ്റിസ് ഉണ്ടായതിനു ശേഷം ഉണ്ടാകാവുന്ന ചേഞ്ചസ്, പാങ്ക്രിയറ്റൈറ്റിസ് കാരണം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, അതായത് പാങ്ക്രിയാസിനും അതിന് ചുറ്റും ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ, ഇവയൊക്കെ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുകയും ആവശ്യമായ ട്രീറ്റ്മെന്റുകൾ പ്ലാൻ ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. അതേപോലെ പിത്തനാളിയിൽ ഉണ്ടാകുന്ന ട്യൂമറുകൾ, കല്ലുകൾ എന്നിവ കണ്ടുപിടിക്കുന്നതിന് സാധിക്കുന്നതാണ്. പിത്തനാളി ബ്ലോക്ക് ആവുകയാണെങ്കിൽ അവയ്ക്കുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നതിന് നമുക്ക് എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് വഴി സാധിക്കുന്നതാണ്. ലിവറിൻ്റെ പല രോഗാവസ്ഥകളും കണ്ടുപിടിക്കുന്നതിന് ഈ ഒരു മൊഡാലിറ്റി സഹായിക്കുന്നു. ലിവറിലുണ്ടാകുന്ന മുഴകൾ, അവയിൽ നിന്ന് ബയോപ്സി എടുക്കാൻ നമുക്ക് ഇത് സഹായകരമാണ്. ഗോൾ ബ്ലാഡറിനുണ്ടാകുന്ന പല രോഗാവസ്ഥകളും നമുക്ക് ഇതുവഴി മനസ്സിലാക്കാവുന്നതാണ്. പോളിസിസ്റ്റൈറ്റിസിൻ്റെ അസസ്മെൻറ്റ്, സർജിക്കൽ കാൻഡിഡേറ്റ് അല്ലാത്ത രോഗികളിൽ അവയുടെ ഡ്രെയിനേജ്, ഗോൾ ബ്ലാഡറിലുണ്ടാകുന്ന ഗ്രോത്ത്, ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് എന്നിവയൊക്കെ നമുക്ക് ഈ ഒരു എൻഡോസ്കോപ്പിക് അൾട്രാസോണോഗ്രാഫി വഴി അസസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ അന്നനാളം വഴിയുള്ള പരിശോധനയിൽ മീഡിയാസ്റ്റൈനത്തിൽ ഉണ്ടാകുന്ന വെള്ളവീക്കങ്ങളിൽ നമുക്ക് എൻഡോസ്കോപ്പിക് അൾട്രാസോണോഗ്രാഫി വഴി അവ ലിഫ്നോഡ് എൻലാർജ്മെന്റ് പരിശോധിക്കുകയും അവയിൽ നിന്ന് ബയോപ്സി എടുക്കാൻ സാധിക്കുന്നതുമാണ്. വായിക്കൂടെ മാത്രമല്ല, ചില രോഗാവസ്ഥകളിൽ മലദ്വാരം വഴി നമുക്ക് എൻഡോസ്കോപ്പിക് അൾട്രാസോണോഗ്രാഫി വഴി പരിശോധന നടത്തുന്നതിനും ആവശ്യമായിട്ടുള്ള ബയോപ്സികൾ എടുക്കുന്നതിനും സാധിക്കുന്നതാണ്. ഇത് മാസങ്ങളായിട്ട് വയറുവേദന അനുഭവിക്കുന്ന ഒരു പേഷ്യന്റ് ഞങ്ങളെ സമീപിക്കുകയും നമ്മൾ പരിശോധനയ്ക്കകത്ത് അദ്ദേഹത്തിന്റെ വയറിനുള്ളിൽ മുഴകളുണ്ടെന്ന് കണ്ടെത്തുകയും കൂടുതൽ മനസ്സിലാക്കുന്നതിന് അദ്ദേഹത്തിന് ഞങ്ങൾ എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് എന്നുള്ള ഈ ഒരു ടെസ്റ്റിംഗ് മൊഡാലിറ്റിക്ക് വിധേയനാക്കി. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ എൻഡോസ്കോപ്പിക് അൾട്രാസോണോഗ്രാഫി എക്സാമിനേഷന് വിധേയനാക്കി. വായിലൂടെയുള്ള പരിശോധനയിൽ അദ്ദേഹത്തിന് ആമാശയത്തിലെത്തുകയും ആമാശയത്തിന് പുറത്തായിട്ട് ഒരു ലാർജ് റിട്രോപെരിറ്റോണിയൽ മാസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചു. ഈ മാസിന്റെ കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി അവയിൽ നിന്ന് നമുക്ക് ബയോപ്സി എടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ബയോപ്സി വഴി ഈ അസുഖത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നതിനും സാധിക്കും. അതായത് എൻഡോസ്കോപ്പിക് അൾട്രാസോണോഗ്രാഫി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ആൻഡ് തെറാപ്യൂട്ടിക് പ്രൊസീജിയറാണ്. അതുവഴി നമുക്ക് ഇന്റേണലായിട്ടുള്ള പല അവയവങ്ങളുടെയും രോഗാവസ്ഥ മനസ്സിലാക്കുന്നതിനും പലപ്പോഴും ബയോപ്സി എടുത്ത് അവയ്ക്ക് കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്.